പാക്കിംഗ് എല്ലാം ഇവിടെയാണ്. കൂൺ ഉണ്ടാക്കുന്ന ഷെഡ് ഇതാണ്. ബാക്കത്തെ ഡോർ തുറക്കാവോ? ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മളെ ഇത് പിക്കപ്പ്. ജീപ്പ് പിക്കപ്പാണ്. കാറും പോവും. കൂൺ അങ്ങനെ ഉള്ളിൽ കയറി കാണിച്ചു തരാൻ പറ്റൂല. കാരണം കൂണ് ഭയങ്കര ഹൈലി സെൻസിറ്റീവാണ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണല്ലോ. കൂണൊരു ഫംഗസ് അറിയില്ലേ? അപ്പം മറ്റ് ഫംഗസുകൾ പെട്ടെന്ന് കയറി പിടിക്കും. പ്രത്യേകിച്ച് നമ്മൾ ഷെഡിലൊക്കെ പോയി വരുന്നേരോ ഞാൻ കയറും. അങ്ങനെ നമ്മളെ കയറാൻ പാടില്ല. ഒന്ന് അടച്ചോ. തുറന്നോ. ഇങ്ങനെ ഇരുട്ട് മുറിയിൽ വെക്കുന്നതാണ്. ഇതിന് അധികം സൂര്യപ്രകാശവും ഓക്കെ പുറത്തേക്ക് വരൂലേ. അപ്പൊ പുറത്തുനിന്ന് വരുന്ന വായു ഇത്രയും വീതിയിൽ വാട്ടർ ബെഡ് ഉണ്ട്. അതിൽ കൂടെ വെള്ളം ഇങ്ങനെ വീഴും. അതിൽ തട്ടി തണുത്ത കാറ്റിൽ കിടക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ ഇത് 24 hours ഇത് രണ്ടും വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കണം. എക്സ്പാൻഡറോടെ അതിന്റെ എസെൻഷ്യൽ നിർബന്ധമാണ്. ഇങ്ങനെ 2 ചേമ്പറാണ്. രണ്ടിലും കൂടെ 2000 കൂൺ ബെഡ് വെക്കാം. ബെഡ് എന്നറിയില്ലേ? അങ്ങനത്തെ 2000 എണ്ണം തൂക്കിയിടാം. അതിന്റെ ഒരു ഹാർവെസ്റ്റിംഗ് ടൈം ഒക്കെ എങ്ങനെയാണ്? കൂണ് ഏറ്റവും എളുപ്പത്തിൽ വരുമാനം കിട്ടുന്ന സാധനമാണ്. നിങ്ങൾ കൂൺ ബെഡ് ഉണ്ടാക്കിയ 21ാം ദിവസം നിങ്ങൾക്ക് പറിക്കാം. അത് കണ്ടിട്ട് ഒരുപാട് യൂട്യൂബിൽ ആൾക്കാർ ഇതിൽ പോയി ചാടിയിട്ടുണ്ട്. വിപണി സാധ്യത കേരളത്തിൽ കൂണ്, മലയാളികൾ കൂണ് ഒരു ഭക്ഷണ വിഭവമായിട്ട് ഇപ്പോഴും അങ്ങ് അംഗീകരിച്ചിട്ടില്ല. ഇതൊന്നും എൻ്റെ മനഃശാസ്ത്രം. പറമ്പിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമല്ലേ, എന്തിനാ പൈസ കൊടുത്ത് വാങ്ങുന്നുള്ള. കൂണിന്റെ പ്രത്യേകത അറിയാലോ? റിച്ച് വൈറ്റമിൻ പ്രോട്ടീൻസ്, അമിനോ ആസിഡ്, കൊളസ്ട്രോൾ ഫ്രീ ഫാറ്റ്. അതായത് ഐഡിയൽ ആണ് ഭക്ഷണം. പക്ഷെ നമ്മളിപ്പോഴും അത് അംഗീകരിച്ചിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഭാവിയിൽ അത് വരും. അല്ലെ പുതിയ പിള്ളേരെല്ലാം അറിയില്ല, സൂപ്പ്, സാൻഡ്വിച്ച്, പാസ്ത, എന്തിലും ഇത് ചേർക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ എല്ലാ ഐറ്റത്തിലും ഒരു കൂണുണ്ടാവും. നമ്മൾ ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. എത്തുന്ന വിചാരിക്കാം. അപ്പൊ ഇന്ന് തന്നെ കൂണ് വാങ്ങിക്കോളുക. ഇത് ഷൂട്ട് ചെയ്ത് പോറുന്നു. ഒന്ന് ഊട്ടിന്ന് വരുന്ന ബട്ടനാണ് കുറച്ചുകൂടെ കേരളത്തിൽ മൂവി. അത് ഊട്ടിയിൽ വരാനുള്ള കാരണം പണ്ട് ബട്ടനാണ്. അതെനിക്ക് തോന്നുന്നു മുറിക്കാനും ഉണ്ടാക്കാനൊക്കെ എളുപ്പം അതാണ്. പിന്നെ പണ്ടേ അത് ഊട്ടിയിൽ നിന്ന് വരുന്ന വെച്ചാൽ ഊട്ടിയിലെ ടെമ്പറേച്ചർ അന്ന് അനുകൂലമായിരുന്നു. പക്ഷെ ഊട്ടിയിൽ ഇപ്പോൾ AC വെച്ച് തുടങ്ങി. അതിന് AC വേണം. 16 ഡിഗ്രിയിൽ നമുക്കത് 16 ഡിഗ്രി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഫുൾ ടൈം AC വർക്ക് ചെയ്യണം. അതൊന്ന് പരീക്ഷിക്കണമെന്നുണ്ട് എനിക്ക്. പക്ഷേ അന്ന് സമയമെടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പല ലോകത്ത് ആയിരക്കണക്കിന് വെറൈറ്റി കൂണുണ്ട്. പോയ്സൺ ഉള്ളതുകൊണ്ട് അവിടെയും മലയാളിക്ക് ചെറിയൊരു ശങ്കയുണ്ട്. ഇത് കഴിച്ചാൽ അലർജി വരുമോ, അല്ല മനം പുരട്ടൽ. ചിലവർക്ക് വളരെ അപൂർവ ആൾക്കാർക്ക് അലർജി വരും. അതിപ്പം നെല്ലിക്ക അലർജി ഉള്ളവരുണ്ട്, മീൻ അലർജി, മുട്ട അലർജി മാതിരി. പക്ഷെ അത് എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. പക്ഷെ ഇതിൽ വിഷമുള്ള ടൈപ്പ് ഉള്ളത് കൊണ്ട് അതാണ് എല്ലാവരും അതൊന്നും മടിക്കും. ഒരു മാജിക് മഷ്റൂം അതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിയാം. അത് കൊടൈക്കനാലെല്ലാം പിള്ളേര് പോയിട്ട് അടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അത് ഒരു ഇതിന്റെ ഡ്രഗ് എഫക്റ്റ് ഉണ്ടാകുക. വെച്ചിണ്ടാ നട്ടുകൊണ്ടാണ് ഞാൻ ഇവിടെ പരിപാടി തുടങ്ങുന്നത്. കാരണം പശുവിന് 2 നേരവും പുല്ല് കൊടുക്കണം. അത് മുടക്കാൻ പറ്റൂല. കൃഷി മാത്രമേ ചിന്തിച്ചുള്ളൂ. ആദ്യം കൃഷി മാത്രമേ. പശു പിന്നെയാണ് കയറി വരുന്നത്. ഇതെല്ലാം ഇന്ന് വെട്ടിയതാണ്. എല്ലാ ദിവസവും വെട്ടിയിട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്ന് കൊണ്ടുപോകണം. ഇത് നമുക്ക് ഒരിക്കലും മുടക്കാൻ പറ്റില്ല. അതാണ് പശു വളർത്തലുള്ള ഏറ്റവും വലിയ ചാലഞ്ച്. അതിന്റെ ഭക്ഷണം നമുക്ക് മുടക്കാൻ പറ്റില്ല. കണ്ടോ, ഈ ചരിവാണ്. അത് കിട്ടും. അത് കിട്ടിയില്ലെങ്കിൽ ഇത് മുടിഞ്ഞു പോകും. ഇവിടെ നിങ്ങൾക്ക് വന്ന് ഒരു കോട്ടേജ് ഉണ്ട് എനിക്ക്. ഈ റൂട്ടിന് വരാൻ രാത്രിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാ. അബ്സല്യൂട്ട് സൈലൻസ് ആയിരിക്കും. കാരണം കാണാം. ഇതെല്ലാം പുല്ലാട്ടോ, എല്ലാം പശുവിന്റെ പുല്ല. അല്ല, അത് വേറെ സ്റ്റാഫ് എനിക്ക് വേണ്ടി ഉണ്ടാക്കി തരും. ഞാൻ പാചകത്തിൽ മോശമാണ്. സ്ഥലം വളരെ കുറവല്ലേ. ഇതൊരു 750 സ്ക്വയർ ഫീറ്റ്.
1 kg 2 kg ഉണ്ടാവും. ഇവിടുന്നാണോ ചിക്കന്റെ? ഇവിടെ നിന്നാണ് കട്ട് ചെയ്ത് പ്രോസസ് ചെയ്യുക. അതായത് കട്ട് ചെയ്തിട്ട് കഴുകി പാർട്സ് എല്ലാം ഒഴിവാക്കി 2-3 തവണ കഴുകിയിട്ട് അത് ഫ്രീസ് ചെയ്യും. 65 ഗ്രാംസിന്റെ പീസ്. 65 ഉണ്ട്, കറി കട്ട് 30 ഉണ്ട്. 35 നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള 65. അത് കട്ട് ചെയ്ത് രാത്രി ഇതേ സ്റ്റാഫ് തന്നെ പാക്ക് ചെയ്യും. പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി പാലിന്റെ കൂടെ. ഏത് തരം കോഴിയാണ്? എല്ലാം ബ്രോയിലർ. അതിന് നേരത്തെ ചോദിച്ച മാതിരി ഒരു ട്രഡീഷണൽ പരിപാടിയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തത? ബ്രോയിലർ ഫാമിങ്ങിനെ പറ്റി പലർക്കും തെറ്റിദ്ധാരണ ഉള്ളത്, ഇപ്പം ഡോക്ടേഴ്സ് പോലും എന്നോടിക്കും ഹോർമോൺ കുത്തിവെക്കാറുണ്ട്. അത് അബ്സല്യൂട്ട് ഫേക്ക് റോങ് ഇൻഫർമേഷൻ ആണ്. ഞാനത് എപ്പം ചാലഞ്ച് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ ഹോർമോൺ വിൽക്കുന്ന ഒരു ഏജൻസി നിങ്ങൾ ആരെങ്കിലും തുടങ്ങും. കേരളത്തിൽ നിങ്ങൾക്ക് ഒരു ഏജൻസി കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ഏജൻസി ഉണ്ട്, അവർ കോടീശ്വരന്മാരാകും. കാരണം അത്രയും കോഴികൾ കേരളത്തിൽ വളരുന്നുണ്ട്, ചിലവാകുന്നുണ്ട്. അപ്പം അത് അബ്സല്യൂട്ട് നോൺസെൻസ് ആണ്. ഒന്നാമത് ഹോർമോൺ ഭയങ്കര കോസ്റ്റ്ലി സാധനമാണ്. അത് ഈ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഫാമിൻ്റെ കപ്പാസിറ്റി 7000 കോഴി, 7000 ഡോസ് അടിക്കുക എന്ന് പറഞ്ഞാൽ 1 കിലോ കോഴി ഇറച്ചിൻ്റെ വില 2500 ആവും. പിന്നെ ഇന്ത്യയിൽ അത് ലീഗലി ബാൻഡാണ്. അപ്പോൾ ഹോർമോൺ എന്നുള്ള കോൺസെപ്റ്റേ ബ്രോയിലറിലില്ല. അപ്പോൾ ആൾക്കാർ ചോദിക്കും പിന്നെ ഇതെങ്ങനെയാണ് 45 ദിവസം കൊണ്ട് വളരുന്നത്? അത് ജനിതകമായിട്ട് നമ്മൾ നല്ല ബ്രീഡിനെ മാറ്റി കൊണ്ടുവരുന്നതാണ്. പിന്നെ അതിനൊരു ഫുഡ് കൺവേർഷൻ റേഷ്യോ എന്നുണ്ട്. അതായത് കഴിക്കുന്ന ഫുഡിനെ എത്ര പെട്ടെന്ന് നമ്മളെ ശരീരം ഇങ്ങനെ വളരെ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടില്ലേ, ആ തീറ്റനെ ആ കോഴിൻ്റെ ബ്രീഡ് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യും. അതേ തീറ്റ എടുത്ത് നിങ്ങൾ നാടൻ കോഴി കൊടുത്തു നോക്ക്, വളരൂല. അപ്പോൾ ഇതിൽ അത്ഭുതമൊന്നുമില്ല. വേറൊരു ഉദാഹരണം പറയാം. ഇപ്പം ഞാൻ പറയാം, നാട്ടുമാവ് 10-15 കൊല്ലം കൊണ്ടാണ് പൂക്കുക, ഒട്ടുമാവ് 3 കൊല്ലം കൊണ്ട് പൂക്കും. അതേ ടെക്നോളജി നമ്മൾ ജീനുകളെ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ. അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുക? മലയാളത്തിൽ പറയും നല്ല തള്ളക്കും തന്തക്കും ജനിക്കണം എന്ന് പറയും. അതിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിഷോറിന് ഒരു 20 കോഴിയുണ്ട്, മുട്ടക്കോഴി. അതിൽ 20 എണ്ണത്തിൽ 2 കോഴികൾ 365 ദിവസം മുട്ടയിട്ടാൽ നിങ്ങൾ അതിനെ കൊല്ലൂല. നിങ്ങൾ അതിനെയായിരിക്കും പിന്നെ പൊരുത്തിന് വെക്കുക. അതിൻ്റെ കുട്ടികളെയാണ് നമ്മൾ വളർത്തുക, ബാക്കിയെല്ലാത്തിന് മോശം. അങ്ങനെ മോഡിഫൈ ചെയ്തെടുത്തതാണ് ബ്രോയിലർ. കാരണം അമേരിക്കൻ കോൺട്രിബ്യൂഷനാണത്. ഇന്ത്യയിൽ വെങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ആന്ധ്രയിലെ കമ്പനിയാണ് അതിൻ്റെ ടീം. അപ്പോൾ ഇതിൽ അത്ഭുതങ്ങളൊന്നുമില്ല. പക്ഷേ ആൻറ്റിബയോട്ടിക് കൊടുക്കും. ചിലർക്ക് ആൻറ്റിബയോട്ടിക് കൊടുക്കാറുണ്ടോ? ഇല്ല, ആൻറ്റിബയോട്ടിക് കൊടുക്കാറുണ്ട്. ബാക്കിയെല്ലാം വൈറ്റമിൻസാണ് കൊടുക്കാറ്. ഹോർമോൺ എന്ന പരിപാടിയേ ഇല്ല. അത് നിങ്ങൾ മാക്സിമം സ്പ്രെഡ് ചെയ്യണം. കാരണം സകല ആൾക്കാരും ഇതിങ്ങനെ വെറുതെ താങ്ങൂല ഒരു കർഷകനെ സംബന്ധിച്ച്. ഞാൻ പറയുന്നത്, കേരളത്തിൽ കോഴി ചിക്കൻ ഹോർമോൺ ഏജൻസി ഒരു ഷോപ്പ് ഉണ്ടോ? ഉണ്ടാവില്ല. മലയാളികൾ എങ്ങനെയാണ് ഒരു ബിസിനസ് തുടങ്ങിയാൽ വിജയിച്ച അപ്പം തുടങ്ങൂലേ? ഒറ്റ ആളില്ലല്ലോ. അപ്പം അത് മാക്സിമം സ്പ്രെഡ് ചെയ്യുക, അങ്ങനെ പരിപാടിയില്ല. ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട് 1 ഡോസ് വന്ന ഉടനെ. അപ്പോൾ നമ്മളെ ഹൈജീനിക്കായി പ്രോസസ് ചെയ്യേണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇതൊന്ന് തുറന്ന് കാണാൻ പറ്റുമോ? ഇതാണ് നമ്മൾ കഴുകിയിട്ട് തണുപ്പിക്കാൻ വെച്ച ചിക്കനാണത്. ഇതാണ് പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഓക്കെ. അല്ലെങ്കിൽ അത് മുജീബ്, ഈ അവക്കാഡോ മരം ഏതാ? അതിൽ പുതിയ തളിരും പുതിയ പൂക്കള് ഇട്ടാണ്ടോ? ഇത് ചെറുനാരങ്ങ. ഈ അവക്കാഡോ എത്ര വർഷത്തിൽ കായ്ക്കും? അവക്കാഡോ ഇപ്പോഴത്തെ പുതിയ ബഡ് കൊണ്ടുവന്നാല് 5-ാം വർഷം കഴിക്കും. 5-ാം വർഷം മുതൽ കായ് വന്നു തുടങ്ങും. പിന്നെ ഇതില് കുരുമുളകും കാപ്പിയാണ് ഇതിലുള്ളത്. ഇതൊക്കെ നമ്മൾ വന്നിട്ട് ഡെവലപ്പ് ചെയ്ത ഏരിയ ആണ്. അതിനു മുമ്പ് ഇത് വെറും മൊട്ടക്കുന്നായിരുന്നു. ഇതൊക്കെ മോസ്റ്റ്ലി മൊട്ടക്കുന്നാണ്. ഇവിടെ മരങ്ങൾ നടാത്തതിന്റെ കാരണം പുല്ല്, പശുവിന് കൊടുക്കുന്ന പുല്ല് വളരണമെങ്കിൽ തണല് പാടില്ല. അതുകൊണ്ടാണ് ഈ ഏരിയയിലൊന്നും നടാത്തത്. ബാക്കി 2 സൈഡും നമ്മൾ ഓൾറെഡി സ്പൈസ് ഗാർഡൻ ആക്കി കഴിഞ്ഞു. ഇപ്പോഴും മുകളിൽ ഇന്ന് രാത്രിയാണ് പുതിയ ബാച്ച് വരുന്നത്. ഇതിന്റെ ബോർഡർ എങ്ങനെയാണ് നിങ്ങൾ സംരക്ഷിച്ചിട്ടുള്ളത്? ഒരു സംരക്ഷണവും ഇല്ല, വിശ്വാസം ആണോ? ഒന്നുമില്ല. ഫെൻസിയിലൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ പ്രാക്ടിക്കലി ചെലവേറിയതാണ്. രണ്ടാമത് കുറെ നമ്മള് വിശ്വാസത്തിൽ പോണ്ടേ, മനുഷ്യരല്ലേ. നമ്മളിപ്പം അങ്ങോട്ട് കയ്യേറുക, അതേപോലെ
ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാം കൊട്ടി അടച്ച് കോട്ട കെട്ടി അതിന്റെ ഉള്ളിൽ കുത്തിരിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നിലവിലുള്ള നമ്മള് പത്രമാധ്യമങ്ങളിലൂടെ അറിയുന്ന കാട്ടുമൃഗങ്ങളുടെ ശല്യം, പ്രശ്നങ്ങൾ കാട്ടുമൃഗങ്ങളുടെ വലിയ ശല്യം ഈ ഭാഗത്തില്ല. പന്നി ചതുപ്പിലിറങ്ങും. ഉം. അത് അവിടെ കൃഷി ചെയ്യുന്ന ആൾക്കാർ രാത്രി കാവലൊക്കെ ഇരിക്കണം. പിന്നെ കുരങ്ങന്മാർ ആ മലയിൽ നിന്ന് വരും. അവർ ആ മലയിൽ തന്നെ തോട്ടങ്ങളിൽ ചക്ക ധാരാളം ഉണ്ടെങ്കിൽ അവിടെ തന്നെ നിൽക്കും. ഇല്ലെങ്കിൽ അവർ ക്രോസ് ചെയ്ത് നമ്മളതിൽ കടക്കും. നമ്മളതിൽ കടന്നാൽ ബുദ്ധിമുട്ടാണ്. ഒരു ശല്യം എന്ന് പറയത്തക്ക എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? വലിയ ശല്യക്കാരൊന്നും ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളുടെ അടുത്തേക്ക് അടുത്തിട്ടില്ല. പക്ഷെ അത് ഏത് നിമിഷവും സംഭവിക്കാം. പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ കുരങ്ങന്മാരങ്ങൾക്ക് ഫെൻസിങ് കൊണ്ടും തടയാൻ പറ്റില്ല. ചാടി കിടക്കും. മലയിലുള്ള മരം മുറിക്കും. അത് വെച്ചിട്ടാണ് കാച്ചി. അങ്ങനെയാണ് ഇതൊക്കെ മുട്ടയാവുന്നത്. അതുകൊണ്ട് ഇതൊന്നും പണ്ട് മുതലേ മുട്ട ഒന്നുമല്ല. വാറ്റി മരം തീർന്നപ്പം വാറ്റൽ നിന്ന് അങ്ങനത്തെ ഒരു സാധനം നമുക്ക് കിട്ടിയത്. ഇത് തന്നെ എല്ലായിടത്തും ഇത് തന്നെയാണ്. അത് ഇപ്പം പഴയതിന്റെ ബാക്കിയാണ്. ഈ ഏരിയ ആണ് ഞാൻ ഫ്രൂട്ട്സ് ഗാർഡൻ ആക്കി മാറ്റിയത്. ഇവിടെ മുതൽ അങ്ങ് വരെ. അത് കാര്യമായിട്ട് അവക്കാഡോ, സപ്പോട്ട, മാങ്ങ, ചക്ക, പിന്നെ കുറെ ബെറി, അങ്ങനെ അലങ്കാരം ഇതുണ്ട്. ഇതെല്ലാം സുരിനാം ബെറി എന്ന് പറയുന്ന സാധനം. അങ്ങനത്തെ കുറെ സാധനം. അവക്കാഡോ ഇങ്ങോട്ട് കൊണ്ടുവന്ന ഇതിപ്പോ നാശത്തിലുള്ള നാട്ടിൽ പല അധിനിവേശ സസ്യങ്ങളുണ്ടല്ലോ. അത് പുറം രാജ്യത്ത് നിന്ന് വരുന്നത്. അതിലൊന്നാണ് ഇത് സിംഗപ്പൂർ ഡെയ്സി. ഇതിനെ നശിപ്പിക്കല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ കാരണം വെച്ചാൽ 1000 കാലുകൾ കുത്തിയിട്ട് ഇവൻ വളരുന്നുണ്ടാ. എത്ര പറിച്ചാലും മണ്ണിന്. അപ്പൊ ഇതിന്റെ ഒരു കുഴപ്പം, ഈ പൂവില്ലേ, ഇത് മൂക്കുമ്പോൾ ഇതിൽ നിന്നൊരു ഓയിൽ ഇത് പുറപ്പെടുവിക്കും. ആ ഓയിൽ മണ്ണിൽ വീണാൽ മറ്റു സസ്യങ്ങളുടെ വിത്തുകളെ നശിപ്പിച്ച് കളി. ഇവൻ മാത്രം വളരും. ഇതിനെ നശിപ്പിക്കാൻ എല്ലാ കളിയും കളിച്ചിട്ടും ഇത് കണ്ടില്ലേ, ഈ പുല്ലിന് കിട്ടുന്ന വളം മുഴുവൻ ഇവൻ കൊണ്ടുപോകും. ഇങ്ങനെ പറന്ന് പോവാണ്, ഒരു രക്ഷയില്ലാത്ത. ഇതിനെ നിങ്ങളുടെ നാട്ടിൽ എവിടെ കണ്ടിട്ടുണ്ടെങ്കിലും കത്തിച്ച് കളയാ. ഒരു കഷ്ണം മതി രണ്ടാമത് പൊന്തി വരാൻ. അപ്പൊ പ്രകൃതിനോട് മല്ലടിക്കാന്ന് പറയുമ്പോൾ നമ്മൾ വെറും കാറ്റും മഴയല്ല, ഇങ്ങനത്തെ കുറെ അധിനിവേശ സസ്യങ്ങളും പുഴുക്കളും ഫംഗസും ഉണ്ടാവും. ഇവരെല്ലാം നമ്മളുടെ ചെടികളെ അറ്റാക്ക് ചെയ്യും.